ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹം, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. നമ്മുടെ ജീവിതങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവാശ്രയബോധത്തോടും ദൈവീകമാകുന്ന അനുഗ്രഹങ്ങളോടും കൂടി ജീവിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന തരത്തിൽ നമ്മുടെ ജീവിത രീതികളെയൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ സഭയും സഭയിലെ ആചാര നിഷ്ഠകളുമൊക്കെ പാലിച്ചുകൊണ്ടും പ്രാർത്ഥനയോടും അനുതാപത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ. പരിശുദ്ധ സഭ ഓശാന പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയതും വൈരുദ്ധ്യാത്മകവുമാകുന്ന നിമിഷങ്ങളിലൊന്നാണ് ഓശാന ഞായർ. ഇതൊരാഘോഷത്തിന്റെ ഒരു ദിവസമായി കണക്കാക്കുന്നെങ്കിലും മറഞ്ഞിരിക്കുന്ന ക്രൂശിന്റെ കഷ്ടതകൾ അതിനുമേൽ നിഴലിച്ചു നിൽക്കുകയാണ്. യഹൂദ പൊതുസമൂഹത്തിന്റെ മശികാ വാഴ്ത്തുപാട്ടുകൾ ആഘോഷത്തോട് പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അത് ആഴത്തിൽ തെറ്റിദ്ധാരണകൾ നിറഞ്ഞതാണ്. ഒരു രാജാവിനെ സ്വാഗതം ചെയ്യുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ രാജാവ് അംഗീകരിക്കപ്പെടാതെയും തിരിച്ചറിയപ്പെടാതെയും പോകുന്നതായി കാണുന്നതായ ഒരു ദിനം. ഈ വിശുദ്ധ ദിനത്തിന്റെ കേന്ദ്രസ്ഥാനീയൻ എന്ന് പറയുന്നത് യേശു കർത്താവ് തന്നെയാണ്. എന്നിരുന്നാലും ലോകം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, മറിച്ച് ദൈവം ആഗ്രഹിച്ചതുപോലെ യേശുനാഥൻ യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷ കർത്താക്കളൊക്കെ തന്നെ ഈ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഈ സംഭവം എന്ന് പറയുന്നത് കേവലം ഒരു ചരിത്ര സ്മരണയല്ല, പകരം ദൈവശാസ്ത്രപരമായ ഒരു വെളിപ്പെടുത്തലും ജീവനുള്ള ആരാധനയും മനുഷ്യഹൃദയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായ ഒരു ചാലകവും കൂടിയാണ്. ഇന്ന് നാം കൈകളിൽ കുരുത്തോലകൾ ഏന്തിക്കൊണ്ട് ഹോശന്ന എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ നിൽക്കുന്നതായ സന്തോഷം നിറഞ്ഞതായ ഒരു ദിവസം. എന്നാൽ ആ സന്തോഷത്തിന്റെ ഉള്ളിൽ ആഴമേറിയതായ ഒരു സത്യം ഒളിഞ്ഞിരിക്കുകയാണ്. ഹോശന്ന എന്ന് പറയുന്നത് വെറുമൊരു ആഘോഷവാക്കല്ല, അതൊരു ഹൃദയത്തിന്റെ നിലവിളിയാണ്. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്നുള്ളതായ ഒരു വലിയ നിലവിളിയാണ്. യേശു യെരുശലേമിലേക്ക് കടന്നു വന്നപ്പോൾ ജനങ്ങൾ അവനെ രാജാവായി സ്വീകരിച്ചു. പക്ഷെ അവർ പ്രതീക്ഷിച്ചത് ശക്തിയും മഹത്വവും ആയിരുന്നുവെങ്കിൽ യേശു കടന്നു വന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. വളരെ ശാന്തമായി, വളരെ വിനീതമായി യേശു തമ്പുരാൻ കടന്നു വരികയാണ്. ഇതിനെ താഴ്മയുള്ളവൻ എന്നതിന് ഉപയോഗിക്കുന്നത് എബ്രായ പദം ആനി എന്നുള്ളതാണ്. വെറും സൗമ്യത എന്നതിനേക്കാൾ ആഴമേറിയതായ ഒരു അർത്ഥമാണ് ഈ പദം വഹിക്കുന്നത്. കഷ്ടപ്പെടുന്ന എളിയ ദരിദ്രനായ ഒരുവനെ കുറിച്ചുള്ള ഒരു വലിയ പദമാണ് ഇതിൽ പ്രതിപാദിച്ച് കാണപ്പെടുന്നത്. ലോകം കാണിക്കുന്ന രാജ്യത്വം എന്ന് പറയുന്നത് അത് ശക്തിയിലൂടെ, പക്ഷേ ദൈവം കാണിക്കുക വിനയത്തിലൂടെയാണ് എന്ന് ഏറ്റവും ശ്രേഷ്ഠമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ളതാകുന്ന പ്രതീക്ഷകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പലതരത്തിലുള്ളതായ പ്രതീക്ഷകളും പേറിക്കൊണ്ടാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. എന്നാൽ നമുക്കിഷ്ടമുള്ളതായ കാര്യങ്ങൾ നടക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമല്ലാതെ വരുന്നതായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം കുലുങ്ങിപ്പോകുന്നതായിട്ടും പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. തിരുവചനത്തിലൊക്കെ നാം കാണുന്നുണ്ട്, ഓശാന വിളിച്ചതായ ജനങ്ങൾ, ആ ജനങ്ങൾ തന്നെ യേശുതമ്പുരാനെ ക്രൂശിക്കണമെന്ന് അത്യുച്ചത്തിൽ വിളിച്ചതുപോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ നിലവുകളുമൊക്കെ മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വലിയ സത്യമാണ്. ഇവിടെ ഒരു വലിയ ആത്മീകമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്
വിശുദ്ധ അഗസ്തീനോസ് പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം നമുക്കടുത്താണ്, പക്ഷേ നമ്മുടെ ഹൃദയം അവനിൽ നിന്ന് അകലെയാണ്. ദൈവം നമുക്ക് അടുത്താണ്, പക്ഷേ നമ്മുടെ ഹൃദയം പലപ്പോഴും അവനിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മൾ ദേവാലയത്തിൽ വരുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഓശന്ന എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കാതെ പോകുമ്പോൾ, നമ്മുടെ ഹൃദയം ദൈവത്തിന് അടുത്ത് ആകാതെ പോകുമ്പോൾ ആ ആരാധന പൂർണ്ണമാകുന്നില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യേശുതമ്പുരാൻ ആ ദിവസം ജനങ്ങളുടെ സന്തോഷത്തിനിടയിലും ഒരു വേദനയുമായി നടക്കുകയാണ്. അവൻ അറിഞ്ഞിരുന്നു ഈ ഹോശന്ന വിളിക്കുന്നതായ ജനങ്ങൾ തന്നെ അവഗണിക്കുകയും തന്നെ നിഷേധിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യം അവൻ ഓർക്കുകയാണ്. എങ്കിലും യേശുതമ്പുരാൻ പിന്നോട്ട് പോകാതെ, കാരണം അവന്റെ സ്നേഹം മനുഷ്യന്റെ വിശ്വാസത്തെ ആശ്രയിച്ചിരുന്നില്ല, അത് നിബന്ധനകളില്ലാത്തതായ സ്നേഹമായിരുന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ദൈവാരാധനയുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ജെറുസലേം. ആ ജെറുസലേം ദേവാലയം ക്രിസ്തുവിലൂടെ കരഗതമാകുന്ന രക്ഷയുടെ നേർക്കാഴ്ചയാണ് ജെറുസലേമിലെ പ്രവേശനം എന്നുള്ളത്. വഴികളിൽ ഒലിവ് പൂക്കുന്നു, ഉടയാടകൾ പരവതാനികളായി മാറുന്നു, നെടുവീർപ്പുകൾ ഉയിര് പകക്കുന്നതായ ശാന്തിഗീതങ്ങളായി നിറഞ്ഞ് ആരവങ്ങൾക്കും വിളികൾക്കും ആൾക്കൂട്ടത്തിനുമിടയിലൂടെ കടന്നുവരുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരന് അത്ര വലിയ ആഘോഷം ഉള്ളിലുണ്ടായിരുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ആഴ്ചയുടെ ആരംഭമായിരുന്നു ഓശാന എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതങ്ങളിൽ നാം എടുത്തു വച്ചിരിക്കുന്നതായ ചില മഹത്വങ്ങൾ, നാം എടുത്തു വച്ചിരിക്കുന്നതായ ചില വാഴ്ത്തലുകൾ, ആഡംബരങ്ങൾ, ഇവയൊക്കെ താഴെ ഇറക്കി വെച്ച് വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും കഴുത പുറങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകണമെന്നുള്ളത് ഈ ഓശാന പെരുന്നാൾ നമ്മോട് വിളിച്ചോതുന്നതായ ഒരു വലിയ സത്യമാണ്. പ്രിയമുള്ളവരെ, സഭാപിതാവായ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: സ്വയം എളിമപ്പെടുക, അപ്പോൾ ദൈവം നിന്നോട് ഒന്നാകാൻ ഇറങ്ങി വരും. സ്വയം എളിമപ്പെടുക, അപ്പോൾ ദൈവം നിന്നോട് ഒന്നാകാൻ തക്കവണ്ണം ഇറങ്ങി വരും. ക്രിസ്തുവിന്റെ ഈ രാജകീയ ജെറുസലേം പ്രവേശനവും അത് നമുക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവീക പദ്ധതിയോടുള്ള പൂർണ്ണ ഹൃദയത്വം ജീവിതശൈലിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ദൈവിക പദ്ധതിയോടുള്ള പൂർണ്ണ വിധേയത്വം അത് ജീവിതശൈലിയാക്കി മാറ്റുക എന്നുള്ളതായ ഒരു വലിയ കാര്യമാണ് ഒന്നാമതായിട്ട് യേശുതമ്പുരാന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയമാകുന്ന പ്രവേശനം വിളിച്ചോതുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്: അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ഒരു വ്യക്തിക്ക് തന്നെ പകയ്ക്കുവാനും തന്നെ ശൂന്യമാക്കി കൊടുക്കുവാനും തക്കവണ്ണം കഴിയുക എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു വിധേയത്വത്തിൽ നിന്നും ഉള്ളതാണ്. പിതാവായ ദൈവത്തിന്റെ നിയമത്തെ ജീവിത നിയമമാക്കി മാറ്റിയത് കൊണ്ടാണ് യേശുതമ്പുരാന് തന്നെ ശൂന്യവൽക്കരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. യഹൂദ പാരമ്പര്യങ്ങളുടെ ചുവട് വെച്ച് ചിന്തിക്കുമ്പോൾ അവസാനത്തെ പണയ വസ്തു എന്ന് പറയുന്നത് അവന്റെ വസ്ത്രമാണ്. തന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നാണ് കാണുന്നത്. ഒരു സാധാരണക്കാരനായ യഹൂദനായ ഒരു മനുഷ്യന്റെ അവസാനത്തെ പണയവസ്തു എന്ന് പറയുന്നത് അവന്റെ വസ്ത്രമാണ്. വഴിയോരങ്ങളിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ നിരത്തി രക്ഷകനെ വരവേൽക്കുമ്പോൾ സ്വയം പകുക്കുവാനും വിളമ്പുവാനും അതുപോലെ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ഒരു വിശ്വാസിയുടെ ആഗ്രഹമാണ് ഇവിടെ പ്രകടമായി തീരുക. പ്രിയമുള്ളവരെ, നസറേയനായ യേശുതമ്പുരാന്റെ ഈ വിധേയത്വത്തിന്റെ ജീവിതശൈലി ജീവിത നിയമമാക്കി മാറ്റാനായി എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഇനിയും ഒത്തിരി മേഖലകൾ അവശേഷിക്കുന്നില്ലേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയിൽ, സമൂഹ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ,
സുഹൃത്ത് ബന്ധങ്ങളുടെ കെട്ടുറപ്പുകളിൽ അങ്ങനെ നീളുന്നതായ ഒരുപാട് മേഖലകളിൽ ഓശാന നമ്മെ പഠിപ്പിക്കുക നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി മാറുവാനുള്ള ഒരു വലിയ രണ്ടാമത്തെ ആഹ്വാനത്തിലേക്കാണ്. പരിശുദ്ധമായ ഓശാന പെരുന്നാൾ നമുക്ക് മുമ്പിൽ വെക്കുന്നതായ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി മാറുക എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നുള്ളത്. ദൈവത്തിന്റെ ആലയങ്ങളായ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധിയും വിശുദ്ധവുമായ ജീവിത രീതികളാണ് കൊണ്ടുവരുന്നത്. അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും തക്കവണ്ണമുള്ളതായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടേത് തട്ടി എടുക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരുടേത് നമ്മൾ കൈവശമാക്കി എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തിരുവചനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്, അവരനെ സ്നേഹിച്ചും അവരനെ കരുതിയും നമുക്കുള്ളതൊക്കെ അവരനു വേണ്ടി പങ്കുവച്ചും സ്നേഹിച്ചും ക്ഷമിച്ചുമെല്ലാം ദൈവത്തിന്റെ ഭവനമായ ദേവാലയത്തിലേക്ക് നാം പ്രവേശിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ മന്ദിരമായി രൂപാന്തരപ്പെടുത്തണം എന്നുള്ളതാണ്. അതാണ് ഈ ഓശാന പെരുന്നാളും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ വിശ്വാസിയുടെയും നാവിൽ അലിഞ്ഞു ചേരേണ്ട വാക്കാണ് ഓശാന എന്നുള്ളത്. കാരണം അടിമത്തത്തിന്റെ മേൽക്കോയ്മയുമെല്ലാം നടുവിലായിരുന്ന ദൈവത്തിന്റെ ജനം താഴ്മയോടെ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച നിലവിളിയായിരുന്നു ഓശാന എന്ന് പറയുന്നത്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ദൈവം വസിക്കുന്ന ഭവനങ്ങളാണ് നാം ഓരോരുത്തരുമെങ്കിൽ പരാജയങ്ങളും പ്രലോഭനങ്ങളും പഴിചാരലുകളും പ്രതിസന്ധികളുമെല്ലാം നിരന്തരമായി നമ്മെ പിന്തുടരുമ്പോൾ ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരുന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ട നിലവിളിയാണ് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥന. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിലൊക്കെ ആ പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രാർത്ഥനയുടെ സുഗന്ധപൂരിതമായി ഉയരണം. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല എന്നുള്ളത്. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, പരിശുദ്ധ ഓശാന പെരുന്നാളിൽ നാം സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് മന്ദിരങ്ങളായി മാറണം. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളായി രൂപാന്തരപ്പെടണം. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമായ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ